ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷാഹിനാസ് റിയൽ വൈബ്സ്. ഇന്ന് ഞാനൊരു ഗൂസ്ബെറി വൈൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസിനും ന്യൂ ഇയറിനും 2-3 വൈൻ ഇട്ടു. ക്രിസ്മസിന് ഗ്രേപ്പ് വൈനാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് ഇത് തൊട്ടില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഗൂസ്ബെറി വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോകാം. നമുക്കിനി നെല്ലിക്ക വൈൻ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല കഴുകി ഉണങ്ങി തുടച്ച ഒരു ഭരണി ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ സാധനങ്ങളെന്ന് പറയുന്നത് 2 കിലോ നെല്ലിക്കയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 1/2 കിലോ നെല്ലിക്ക മോശമാണ്, അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. തല്ലിയതും ഇതുപോലൊക്കെ ഉള്ളതുമായ നെല്ലിക്കകൾ മാറ്റിയിട്ടുണ്ട്. ഇത് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ വൈൻ കേടായി പോവും. അതുകൊണ്ട് നല്ല നെല്ലിക്ക ആയിരിക്കണം. അപ്പം നന്നായിട്ട് ഉണങ്ങി കഴുകി തുടച്ചെടുത്ത നെല്ലിക്കയാണ്, ബാക്കിയുള്ള നെല്ലിക്കയാണ് വെച്ചിരിക്കുന്നത്. ഇതിന് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നെല്ലിക്കയ്ക്ക് അല്പം ചുവപ്പുള്ളതിനാൽ വൈനിൽ മധുരം കുറവായിരിക്കും. മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ 1/2 കിലോ പഞ്ചസാര കൂടി ചേർത്ത് മധുരം കൂട്ടാം. പിന്നെ അതിലേക്ക് ഇടാനായിട്ട് ഒരു വറ്റൽമുളക്, തക്കോലം, പട്ട, ഗ്രാമ്പൂ, അതുപോലെ ഏലക്ക എടുത്തിട്ടുണ്ട്. ഗ്രേപ്പ് ജ്യൂസിന് ഇടുമ്പോലെ തന്നെയാണ് ഇതിന് എല്ലാം ഇടുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഒരു പിടി ഗോതമ്പ്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ അതൊരു സ്പൂൺ ഈസ്റ്റ് നമുക്ക് വേണം. ഇനി നമുക്ക് ഈ ഉണങ്ങിയ ജാറിലേക്ക് നെല്ലിക്ക ഇടാം. അപ്പോൾ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കും. സാധാരണഗതിയിൽ നമ്മൾ സ്പാട്ടിൽ കൊണ്ട് ഇളക്കുന്നത് കൊണ്ട് ഒരു പാരമ്പര്യ രീതി അനുസരിച്ചൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ നെല്ലിക്ക ഇട്ട് കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെല്ലിക്കയും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് തട്ടി, പക്ഷേ ഞാനങ്ങനെയാണ് ഇപ്പം കാണിക്കുന്നത്, ഒരുമിച്ച് തട്ടി കലക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഇതിന് അങ്ങനെ പാരമ്പര്യ രീതി അനുസരിച്ച് അങ്ങനെ സദ്യ വിളമ്പും പോലെ ആദ്യം എന്ത് തിന്നണം ഏത് തിന്നണം എന്നുള്ള രീതിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ മുഴുവൻ ഏതാണ്ട് 1/4 ഭാഗം പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നെല്ലിക്ക ഞാൻ അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ, ബാക്കിയില്ല പഞ്ചസാര, അല്പം പഞ്ചസാരയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു വറ്റൽമുളക് ഇടുന്നത് സാധാരണഗതിയിൽ ഗ്രേപ്സിൽ വറ്റൽമുളക് ഇടൂല. ഇതിൽ ഗ്രേപ്സിൽ നിന്നും വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളതൊരു വറ്റൽമുളക് മാത്രമാണ്. 1-2 വറ്റൽമുളക് ഇടാം. നെല്ലിക്കയ്ക്ക് സ്വതവേയുള്ള ചവർപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് ഉപയോഗിക്കുന്നത്. അപ്പം മറ്റൊരു ടേസ്റ്റ് അതിൽ ബാലൻസായി വരും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ക്രഷ് ചെയ്ത ഒരു പിടി ഗോതമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ഈസ്റ്റും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിളപ്പിച്ച് ആറ്റിയ 2.5 ലിറ്റർ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഉണക്ക സ്പാട്ടിൽ വെച്ച് ഒന്ന് നന്നായിട്ട് കുത്തി താഴ്ത്തി, അതായത് നെല്ലിക്കയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ്, തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു ഭരണിയാണെങ്കിൽ, ജാറാണെങ്കിൽ അതിൽ തുണി കൊണ്ട് കെട്ടി വയ്ക്കാം. ഇതിപ്പോൾ അടപ്പുള്ള ഒരു ജാറായതുകൊണ്ട് അടച്ചു വയ്ക്കണം. പക്ഷെ നന്നായിട്ട് മുറുക്കി അടയ്ക്കരുത്. കാരണം ഇത് ഫെർമെൻറ്റേഷൻ ആകുന്ന സമയത്ത്, അതായത് കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രഷർ കൊണ്ട് മുകളിലേക്ക് വരുമ്പോൾ അടപ്പ് തെറിച്ചു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അടപ്പ് മുറുക്കി അടയ്ക്കരുത്. കുറച്ചേറെ അതിനകത്ത് കയറണം. ഇനി വേണമെങ്കിൽ ഇതിനിപ്പോൾ ഈ അടപ്പ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇതിൽ തുണി വെച്ച് ഇങ്ങനെ കെട്ടണം എന്നൊന്നുമില്ല. എന്നാലും തുണി വെച്ച് ഒരു ടവലെടുത്തിട്ട് ഞാൻ കെട്ടുവാണ്. അപ്പോൾ സാധാരണഗതിയിൽ വൈൻ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതുണ്ട്, 7 ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കുന്നതുണ്ട്, 13 ഡേയ്സ് കൊണ്ടുണ്ടാക്കുന്നുണ്ട്, 21 ഉണ്ട്. അപ്പോൾ അതൊക്കെ ഗ്രേപ്പാണ്. പക്ഷേ നെല്ലിക്ക എന്ന് പറയുന്നത് ഇതിൻ്റെ എസൻസ് ഊറി വരാൻ കുറച്ച് ടൈം എടുക്കും. 28 ദിവസമെങ്കിലും മിനിമം ഇത് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നെല്ലിക്ക കുരു കളഞ്ഞിട്ട് ചതച്ച് വാരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വേഗത്തിൽ എടുക്കാൻ പറ്റും. ഇതിൻ്റെ എസൻസൊക്കെ മിക്കവാറും എല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 14, 17, 20 ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വൈൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഫെർമെൻറ്റേഷൻ ചെറുതായിട്ടൊക്കെ ഒന്ന് നടന്നിട്ടുണ്ട്. അതാണ് ഈ കളർ മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഹാർഡായിട്ടുള്ളൊരു പഴം ആയതിനാൽ ഇതിൻ്റെ എസൻസ് ഇറങ്ങാൻ വളരെ താമസമാണ്. അപ്പോൾ ഒരു 28 ദിവസം എങ്കിലും നെല്ലിക്ക മുഴുവനായിട്ടിട്ടാൽ എടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വയ്ക്കാം.
ഇതിപ്പോൾ 5-ാം ദിവസമാണ്. 5-ാം ദിവസത്തിലാണ് ഞാനിത് ഒന്നുകൂടി അഴിച്ചെടുക്കുന്നത്. അഴിച്ചെടുക്കേണ്ട കാര്യമില്ല, ഗ്ലാസിൻ്റെ ജാറായതുകൊണ്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതിയാവും. പക്ഷേ ഇത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അഴിച്ചെടുത്ത് വീണ്ടും തുറക്കുന്നത്. കണ്ടോ, എയർ പുറത്തോട്ട് വന്നത് കണ്ടോ. അപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. നെല്ലിക്കയൊക്കെ താഴാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു പ്രവർത്തനം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. പതയൊക്കെ മുകളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എസൻസ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇനി വൈൻ എടുക്കുന്ന ദിവസം 21-ാം ദിവസം ഞാനിതിൻ്റെ വൈൻ എടുക്കുന്ന ദിവസം മാത്രമേ ഞാൻ ഇത് ഇനി തുറക്കുകയുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ദിവസേന ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. നമുക്ക് കാണാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഞാനിനി ഇത് 21-നേ എടുക്കുന്നുള്ളൂ. ഇന്ന് വൈൻ എടുക്കുകയാണ്. ഇന്നിപ്പോൾ 23 ദിവസമായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വൈൻ എടുത്തിട്ട് അപ്പം നന്നായിട്ട് ഫെർമെൻ്റൊക്കെ ആയിട്ടുണ്ട്. കണ്ട, കളറ് വീണ്ടും മാറി. ഇങ്ങനെ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. കുറേ എസൻസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടില്ല. നെല്ലിക്ക ഒന്ന് ചുക്കിച്ചുളിയണം, അത് ചെയ്തിട്ടില്ല. നെല്ലിക്ക ഇപ്പോഴും ചീർത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നാലും 23 ദിവസമായതുകൊണ്ട് ഞാനിത് വൈൻ എടുക്കുവാണ്. ഞാനിതിപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ടിത് സ്ട്രെയിൻ ചെയ്ത് ജാറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സ്ട്രെയിൻ ചെയ്ത നെല്ലിക്കയും ബാക്കി അതിൻ്റെ കൂടെ ഉള്ളത് ഞാൻ കുപ്പിയിലേക്ക് ഇതിനെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ഒരു ചുരുക്കാണ്. മധുരം കലർന്ന ഒരു ചുരുക്ക്. നെഞ്ചെരിഞ്ഞ് കത്തി എരിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം നല്ല ഫസ്റ്റ് എസൻസാണ്. നല്ല അസുഖമുള്ളവർക്കൊക്കെ കഴിക്കാൻ ഇത് ഒരു 150, സ്ത്രീകളാണെങ്കിൽ ഒരു 150 മില്ലിയും പുരുഷന്മാർ ഒരു 250 മില്ലിയും വേണം ഡെയിലി ഇത് യൂസ് ചെയ്യാൻ. ഇനി ഇത് ഞാൻ അടച്ചു വയ്ക്കുകയാണ്. എന്നാൽ തെളിഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രമേ വൈൻ കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റൂ. ഏകദേശം ഒരു 2 ലിറ്ററിൽ കൂടുതൽ, 2.5 ലിറ്ററോളം ഉണ്ട്. ജാറിൽ കിടക്കുന്ന നെല്ലിക്കയിലേക്ക് വീണ്ടും ഞാൻ തണുത്ത വെള്ളം, ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് വീണ്ടും ഞാൻ കെട്ടി വെക്കുകയാണ്. ഇത് ഞാനൊരു 14 ദിവസം കഴിയുമ്പോൾ സാധാരണ യൂഷ്വൽ ഡ്രിങ്ക്സ് ആയിട്ട് ഉപയോഗിക്കും. ഇപ്പം മധുരമെല്ലാം അതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഡയബറ്റിക്കാർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അതിലെല്ലാ എസൻസും ഉണ്ട്. സ്ട്രെയിൻ ചെയ്ത് ജാറിലേക്ക് മാറ്റിയ വൈൻ ഇപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. മട്ടി അടിയിലേക്ക് അടിഞ്ഞ് വൈറ്റ് കളറിൽ നമുക്ക് വര പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് വൈൻ ബോട്ടിലേക്ക് മാറ്റാം. വൈൻ ബോട്ടിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ നിറച്ചൊഴിച്ച് വെക്കരുത്. ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രഷർ കൊണ്ട് കുപ്പി തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്, അടപ്പ് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴുത്തറ്റം വരെ മാത്രമേ അത് ഒഴിച്ച് വെക്കാവൂ. പിന്നെ നമ്മൾ മാറ്റി വെച്ച രണ്ടാമത് വീണ്ടും ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച നെല്ലിക്ക, അത് നമുക്ക് സാധാരണ ഡ്രിങ്ക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഗസ്റ്റിന് കൊടുക്കാവുന്നതാണ്. അതിലൊരു ലെമണും പിഴിഞ്ഞൊഴിച്ച് പഞ്ചസാര ആവശ്യമുള്ളവർക്ക് പഞ്ചസാരയും ചേർത്ത്, പഞ്ചസാര കഴിക്കാൻ പാടില്ലാത്തവർക്ക് അല്ലാതെയും കൊടുക്കാം. നല്ലൊരു ഡ്രിങ്ക്സാണ്. ചായ, കാപ്പി, അതുപോലെ ജ്യൂസ് എന്നിവ കുടിക്കാത്തവർക്ക് ഈ ഒരു ഡ്രിങ്ക്സ് നന്നായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട. അപ്പോൾ ഇനി ഇതുപോലുള്ള അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.